വിനോയ് തോമസിന്റെ ആദ്യത്തെ നോവലായ കരിക്കോട്ടക്കരി ചർച്ച ചെയ്യുന്നത് യഥാർത്ഥ ചരിത്രവും വ്യാജനിർമ്മിതിയായ ചരിത്രവും തമ്മിലുള്ള പൊരുത്തവും പൊരുത്തക്കേടുമാണ്. വടക്കൻ മലബാറിലെ അതിപ്രശസ്തമായ ക്രൈസ്തവ കുടുംബമാണ് അധികാരത്തിൽ കുടുംബം. അവരുടെ എഴുതപ്പെട്ട ചരിത്രപ്രകാരം അവരുടെ പുരോഹിതന്മാർ യൂറോപ്പിൽ നിന്ന് വരികയും രാജകൽപ്പന പ്രകാരം ഒരു നമ്പൂതിരി യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിൽ നിന്നുണ്ടായ പിൻതലമുറക്കാരാണ് അവരെന്നാണ് അവരുടെ വിശ്വാസം. ആ വെളുത്ത സവർണ കുടുംബത്തിലേക്കാണ് രാവിന്റെ കരിമ്പടം പോലെയുള്ള നിറവുമായി ഇറാനിമോസ് ജനിച്ചു വീണത്. എല്ലാവരും അവനെ കളിയാക്കി കരിക്കോട്ടക്കരി, കരിക്കോട്ടിക്കരിക്കാരൻ എന്നൊക്കെ വിളിച്ചു. പുലയരുടെ കാനായ ദേശം എന്നറിയപ്പെട്ടിരുന്ന കരിക്കോട്ടക്കരി യഥാർത്ഥത്തിൽ ഒരു പ്രതീകമാണ്. മനുഷ്യൻ വ്യാജമായി നിർമ്മിച്ചെടുത്ത ജാതി മത ഔന്നത്യങ്ങളുടെ അർത്ഥമില്ലായ്മ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രതീകം. ചില സുഹൃത്ത് ബന്ധങ്ങളും സത്വ തേടിയുള്ള യാത്രയും ഇറോനിമോസിനെയും കരിക്കോട്ടക്കരിയിലേക്ക് എത്തിക്കുകയാണ്. കേരള ചരിത്രത്തിലൂടെയും ഇന്നും നിലനിൽക്കുന്ന ജാതി മത